Okay, good morning students. In our last class we were discussing the activities. Here in page number 59 we have our next activity. In page number 59 please read activity 7a. Read the sentences from the story The Song of Songs. Slowly, gently, the exhausted musician laid his tamburu on the carpet. The tamburu or tamburu is a musical instrument. We all know that tamburu is a musical instrument. Tamburu is a musical instrument. Here we have so many pictures of musical instruments and the names are given below that musical instrument. Very clear. Here we have violin, saxophone, cello, guitar, trumpet, piano, flute. Most of the musical instruments are familiar with you, some are not familiar. You may see violin, saxophone, cello, guitar, anything. Okay? പലതും നിങ്ങൾ കണ്ടതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ കാണാത്തതും ഉണ്ടായിരിക്കാം. പക്ഷേ ഇതെല്ലാം എന്താണ്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇവിടെ അതേപോലെ കമ്പോസർ, എ പേഴ്സൺ ഹു റൈറ്റ്സ് മ്യൂസിക്, സംഗീതം രചിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുക? കമ്പോസർ. ബാൻഡ്, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു പ്ലേ മ്യൂസിക് ടുഗദർ. ബാൻഡ് അതായത് മ്യൂസിക്, സംഗീതം പ്രകടനം നടത്തുന്ന ആളുകളുടെ കൂട്ടത്തെയാണ് എന്ത് പറയുക? ബാൻഡ് എന്ന് പറയുക. ലീഡ് സിംഗർ എന്താണ്? ദി മെയിൻ സിംഗർ ഇൻ ദി ബാൻഡ്. ഒരു ബാൻഡിലെ, ഒരു ട്രൂപ്പിലെ, നമ്മൾ കേരളത്തിലൊക്കെ ട്രൂപ്പ് എന്ന് പറയും, ഒരു ട്രൂപ്പിലെ പ്രധാന പാട്ടുകാരനെയാണ് നമ്മൾ എന്ത് പറയുക? ലീഡ് സിംഗർ. ഓർക്കസ്ട്ര, ഓർക്കസ്ട്ര എന്താണ്? എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു പ്ലേ മ്യൂസിക് ടുഗദർ. അത് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് മ്യൂസിക് ഒരുമിച്ച് വായിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഓർക്കസ്ട്ര എന്ന് പറയുക. കണ്ടക്ടർ, എ പേഴ്സൺ ഇൻ ദി ഓർക്കസ്ട്ര ഹു ഡയറക്ട്സ് ദി മ്യൂസിഷ്യൻസ്. ഈ മ്യൂസിഷ്യൻസിനെ നിയന്ത്രിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുക? കണ്ടക്ടർ എന്ന് പറയുക. ഹിയർ ഐഡൻറ്റിഫൈ ദി പേഴ്സൺ ഹു പ്ലേസ് ദി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഇത് സിമ്പിളാണ്. ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും വായിക്കുന്ന, ഇപ്പം നമ്മൾ ആ ചിത്രത്തിൽ കണ്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിന് അത് പ്ലേ ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേര് എഴുതുക. പിയാനോ, പിയാനോ പ്ലേ ചെയ്യുന്ന ആളെ നമ്മൾ പിയാനിസ്റ്റ് എന്ന് പറയും. അതേപോലെ ഫ്ലൂട്ട്, ഫ്ലൂട്ടിസ്റ്റ്, അങ്ങനെ ഓരോന്നും പ്ലേ ചെയ്യുന്ന ആളുടെ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എഴുതുക. ഇപ്പോഴത്തെ കോളത്തിൽ അവരുടെ പേര് എഴുതുക. നിങ്ങൾ സെർച്ച് ചെയ്താൽ, ഡിക്ഷണറിയിൽ നോക്കിയാൽ, അല്ലെങ്കിൽ യൂട്യൂബിലും മറ്റും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. കിട്ടാത്തതുണ്ടെങ്കിൽ ഒരുവിധം എല്ലാം കിട്ടും. ബാക്കിയുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, കംപ്ലീറ്റ്. നെക്സ്റ്റ് ആക്ടിവിറ്റി സി. കംപ്ലീറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. ദി ഫസ്റ്റ് ലെറ്റർ ഈസ് ഗിവൺ ഫോർ യു. ശരിയായ വാക്ക് ഉപയോഗിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ്. ജോൺ ആൻഡ് ടോം പ്ലേ ഇൻ എ റോക്ക്. ഇവിടെ ഫസ്റ്റ് ലെറ്റർ, വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ തന്നിട്ടുണ്ട് ബി. അപ്പോൾ എന്തായിരിക്കും? ഇൻ എ റോക്ക് ബാൻഡ്. അതേപോലെ മൈ ഫ്രണ്ട് പ്ലേസ് ദി വയലിൻ ഇൻ ആൻ ഓർക്കസ്ട്ര. ഓ തന്നിട്ടുണ്ട്. അതേപോലെ ഓരോന്നും ചെയ്യുക. നൗ ആക്ടിവിറ്റി 8. റീഡ് ദി പാസേജ് ഗിവൺ ബിലോ. താഴെ കൊടുത്ത പാസേജ് വായിക്കുക. അക്ബർ ലിസൺ ടു ടാൻസൺ എവറി ഡേ. ഹി തിങ്സ് ടാൻസൺ ആസ് ദി മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദി വേൾഡ്. അങ്ങനെ ആ പാസേജ് വായിക്കുക. ഐഡൻറ്റിഫൈ ദി സബ്ജക്ട്സ് ഓഫ് ഈച്ച് സെൻറ്റൻസ് ഇൻ ദി അബോവ് പാരഗ്രാഫ് ആൻഡ് റൈറ്റ് വെദർ ദേ ആർ സിംഗുലർ ഓർ പ്ലൂരൽ. അപ്പോൾ ഈ പാരഗ്രാഫ് മുഴുവൻ വായിച്ചിട്ട് അതിലെ ഓരോ സെൻറ്റൻസിലെയും സബ്ജക്റ്റ് കണ്ടെത്തുക. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ അക്ബർ ആണ് സബ്ജക്റ്റ്, പിന്നെ ദേ സബ്ജക്റ്റ് ഉണ്ട്, ഹീ സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിലെ എല്ലാ സബ്ജക്റ്റുകളും എഴുതുക. ആ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് എഴുതുക. സിംഗുലർ മീൻസ് ഏകവചനം, പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം. ഒന്നാണെങ്കിൽ, ഒരാളാണെങ്കിൽ ഏകവചനം, ഒന്നിൽ കൂടുതലാണെങ്കിൽ പ്ലൂരൽ ബഹുവചനം. ഓക്കെ, അങ്ങനെ. എന്നിട്ട് എന്ത് ചെയ്യുക? അടുത്ത കോളത്തിൽ നൗ ഐഡൻറ്റിഫൈ ദി വേർബ്സ് ഫ്രം ദി പാസേജ് ആൻഡ് റൈറ്റ് വെദർ ദേ ആർ സിംഗുലർ ഓർ പ്ലൂരൽ. അടുത്ത ഇതെന്ത് ചെയ്യുക? ആ പാസേജിൽ നിന്നും വെർബുകൾ, ക്രിയകൾ എടുത്തെഴുതുക. അപ്പോൾ ലിസൺ, ഗോ, ഫൈൻഡ്, ഇഷ്ടംപോലെ ക്രിയകളുണ്ട്. ലിസൺ, തിങ്സ്, ഇൻക്വയേഴ്സ്, റിപ്ലൈസ്, sings, spreads. There are so many verbs.
വെർബ്സ് എഴുതുക, അതും സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് എഴുതുക. ഇപ്പോൾ ലിസൺസ് എന്നത് എന്താണ്? സിംഗുലറാണ്. ഗോ എന്നത് എന്താണ്? പ്ലൂരലാണ്. സിംഗുലർ ആണെങ്കിൽ എന്തായിരിക്കും? ഗോസ് എന്നായിരിക്കും. ഓക്കെ. അതേപോലെ ഫൈൻഡ് പ്ലൂരലാണ്. അങ്ങനെ കളക്ട് ചെയ്ത് എഴുതുക. നോട്ട്: സിംഗുലർ സബ്ജക്ട്സ് ടേക്ക് സിംഗുലർ വെർബ്സ് ആൻഡ് പ്ലൂരൽ സബ്ജക്ട്സ് ടേക്ക് പ്ലൂരൽ വെർബ്സ്. അറിയാലോ, സിംഗുലർ സബ്ജക്റ്റിന് എന്തായിരിക്കും? സിംഗുലർ വെർബ്സ് ആയിരിക്കും. പ്ലൂരൽ സബ്ജക്റ്റിന് സിംഗുലർ ആണെങ്കിൽ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. സോറി, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബും പ്ലൂരൽ ആയിരിക്കും. അതായത് മനസ്സിലായല്ലോ, ഒരു സബ്ജക്റ്റ്, ഒരു നാമം അല്ലെങ്കിൽ നൗണ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിന് ഉണ്ടാവുക എന്തൊക്കെയാണ്? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. അതായത് സബ്ജക്റ്റ് മീൻസ് മലയാളം പറഞ്ഞാൽ കർത്താവ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഇപ്പോൾ ഹി, സബ്ജക്റ്റ് ഹി വർക്ക് ഇൻ ദി, ഹി വർക്ക് എന്ന് പറയാൻ കഴിയില്ല. അവിടെ എന്തേ നമുക്ക് പറയാൻ കഴിയുള്ളൂ? ഹി വർക്ക്സ് എന്നേണ് വരുള്ളൂ. ഇനി അതല്ല, അവിടെ ദേ ആണെന്ന് കൂട്ടിക്കോളൂ, ദേ വർക്ക്. ഓക്കെ, അപ്പോൾ എസ് ഉണ്ടാവില്ല. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബും പ്ലൂരൽ ആയിരിക്കും. ഓക്കെ, അതാണ് അവിടുത്തെ നിയമം. ഉദാഹരണം: അക്ബർ ലിസൺസ് ടു ടാൻസൺ എവരി ഡേ. അക്ബർ ലിസൺസ് ടു ടാൻസൺ എവരി ഡേ. അക്ബർ ടാൻസനെ എന്നും കേൾക്കുന്നു. ദേ ഗോ ഇൻ സെർച്ച് ഓഫ് ഗുരു. ദേ ഗോ, ദേ ഗോസ് അല്ല, ദേ ഗോ. അപ്പോൾ ഇതാണത്. ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ റിപ്ലേസ് ദി സബ്ജക്റ്റ് ഓഫ് ദി സെൻറ്റൻസ് വിത്ത് ദി വേർഡ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ് ആൻഡ് റീറൈറ്റ് ദി സെൻറ്റൻസസ്. എക്സാമ്പിൾ: അക്ബർ ലിസൺ ടു ടാൻസൺ എവരി ഡേ. അക്ബർ ആൻഡ് ദി കോർട്ടിയേഴ്സ്. അപ്പോൾ അക്ബർ എന്നെ മാറ്റിയിട്ട് അക്ബർ ആൻഡ് ദി കോർട്ടിയേഴ്സ് മാറ്റുമ്പോൾ എന്താകും? അക്ബർ ആൻഡ് ദി കോർട്ടിയേഴ്സ് ലിസൺ ടു ടാൻസൺ എവരി ഡേ. കണ്ടല്ലോ, അതായത് അക്ബർ ഏകവചനാണ്, സിംഗുലറാണ്. അതുകൊണ്ട് ലിസൺസ് എന്താണ്? ശ്രദ്ധിക്കുന്നു, ലിസൺസ്. പക്ഷേ അക്ബർ ആൻഡ് ദി കോർട്ടിയേഴ്സ്, അക്ബറും കൊട്ടാരത്തിലെ മറ്റു അംഗങ്ങളും എന്ന് വരുമ്പോൾ അത് പ്ലൂരലായി, ബഹുവചനായി. അപ്പോൾ എന്താവണം? ലിസൺസ് പറ്റൂല, എസ് ഒഴിവാക്കി ലിസൺ എന്നേ വരാൻ പറ്റുള്ളൂ. അതേപോലെ ഹി തിങ്സ് ടാൻസൺ ഹാസ് ദി മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദി ഹോൾ വേൾഡ്. അവിടെ ഹി എന്ന് പറഞ്ഞ ഒരാളാണ്. അവിടെ ഹി മാറി ദേ വന്നാൽ എന്താകും? ദേ തിങ്സ് എന്ന് പറയില്ല, ദേ തിങ്ക് എന്നേ ഉണ്ടാവുള്ളൂ. അതേപോലെ ഓരോന്നും ചെയ്യാം. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ? ഇനി ആക്ടിവിറ്റി 9 പറയുന്നത് ഒക്കെ നമുക്ക് പഠിക്കാനുള്ള സംഭവങ്ങളാണ്. ആക്ടിവിറ്റി 9 അത് മുഴുവൻ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 9 നമ്മളോട് പഠിപ്പിക്കുന്നത് ഈഫ് ക്ലോസ് ആണ്. ഈഫ് ക്ലോസ് ആ പാരഗ്രാഫൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, കോൺവെർസേഷനൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് ഈഫ് ക്ലോസ്. ഈഫ് ക്ലോസ് ആണ്. അപ്പോൾ എന്താണ് ഈഫ് ക്ലോസ്? എന്തിനാണ് ഈഫ് ക്ലോസ് ഉപയോഗിക്കുക? ഇറ്റ് ഈസ് എ യൂസേജ്. ഇതൊരു യൂസേജാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം: ദർ ആർ 3 ടൈപ്സ്, ഈഫ് ക്ലോസ് അല്ലെങ്കിൽ ഈഫ് കണ്ടീഷണൽ ക്ലോസ് എന്നൊക്കെ പറയും. ദർ ആർ 3 ടൈപ്സ് ഈഫ് ക്ലോസ്. നമ്മളിവിടെ 2 ടൈപ്പുള്ളൂ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ദർ ആർ 3 ടൈപ്സ്. നമ്മളത് ആ 3 ടൈപ്പും പറഞ്ഞ് തന്നെ നമുക്ക് പോകാം. 3 ടൈപ്സ് ഓഫ് ഈഫ് ക്ലോസ്. അത് ഉദാഹരണ സഹിതം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ടൈപ്പ്, ടൈപ്പ് 1. ഒരു ഉദാഹരണം എഴുതാം. ഇഫ് ഐ go to Calicut, I will buy a
book. നോക്കൂ, if I go to Calicut, I will buy a book. This is the first personal ഫസ്റ്റ് കണ്ടീഷണൽ ക്ലോസ്. ഇത് പ്രസൻറ്റ് ടെൻസിലായിരിക്കും. ഇഫ് ഐ ഗോ ടു കാലിക്കറ്റ് എന്തർത്ഥം? ഞാൻ കാലിക്കറ്റിൽ പോകുകയാണെങ്കിൽ. ഇഫ് ഐ ഗോ ടു കാലിക്കറ്റ്, ഞാൻ കാലിക്കറ്റിൽ പോകുകയാണെങ്കിൽ എന്താണ്? ഞാൻ കാലിക്കറ്റിൽ പോവുകയാണെങ്കിൽ. ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയില്ല, ബാക്കിയും കൂടി ചെന്നാലുള്ളൂ. ഐ വിൽ ബൈ എ ബുക്ക്, ഞാനൊരു പുസ്തകം വാങ്ങും. ഐ വിൽ ബൈ എ ബുക്ക്, ഞാൻ കാലിക്കറ്റിൽ പോവുകയാണെങ്കിൽ ഞാനൊരു പുസ്തകം വാങ്ങും. കാലിക്കറ്റിൽ പോവുകയാണെങ്കിൽ ഒരു പുസ്തകം വാങ്ങും. ഇതാണ് ഫസ്റ്റ് കണ്ടീഷണൽ ക്ലോസ്. ഇറ്റ് ഈസ് പോസിബിൾ ആണ്, ഇത് നടക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് നടക്കാൻ, കാലിക്കറ്റിൽ പോവുകയാണെങ്കിൽ ഞാനൊരു പുസ്തകം വാങ്ങും, ഇത് നടക്കാൻ സാധ്യത. ഇത് ഇങ്ങനെ അല്ലാതെ ഈ സെൻറ്റൻസ് നമുക്ക് വീണ്ടും ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് ഇത് എഴുതാം, ഐ വിൽ ബൈ എ ബുക്ക്, ഇഫ് ഐ ഗോ ടു കാലിക്കറ്റ്. അങ്ങോട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടും എഴുതാം, അതിലൊന്നും പ്രശ്നമില്ല. ഐ വിൽ ബൈ എ ബുക്ക് ഇഫ് ഐ ഗോ ടു കാലിക്കറ്റ്, അങ്ങനെ എഴുതാം, നോ പ്രോബ്ലം. പക്ഷെ ഇതിൻ്റെ മീനിങ് എന്താണ്? ഞാൻ കാലിക്കറ്റിൽ പോവുകയാണെങ്കിൽ ഞാനൊരു പുസ്തകം വാങ്ങും. ഇതേ സെൻറ്റൻസ് നമ്മൾ പാസ്റ്റ് ടെൻസിലാക്കുകയാണ്, നോട്ടിക്കോ. അതാണ് സെക്കൻഡ് ടൈപ്പ്, സെക്കൻഡ് കണ്ടീഷണൽ ക്ലോസ്. ഇപ്പോൾ എങ്ങനെ എഴുതും? ഇഫ് ഐ ഗോയുടെ പാസ്റ്റ് എന്താണ്? ഇഫ് ഐ വെൻറ്റ് ടു കാലിക്കറ്റ്, ഐ വില്ല് മാറി എന്താവും? ഐ വുഡ് ബൈ എ ബുക്ക്. ഓക്കെ, ഐ വുഡ് ബൈ. ഇഫ് ഐ വെൻറ്റ്, ഐ വുഡ് ബൈ. എന്താണ്? ഇഫ് ഐ വെൻറ്റ് ടു ഫസ്റ്റ് വൺ എന്താണ്? റിയൽ കണ്ടീഷൻ, അതായത് പോസിബിൾ ആണ്, നടക്കാൻ സാധ്യതയാണ്. ഇതെന്താണ്? ഇമാജിനറി കണ്ടീഷനാണ്, നടക്കാൻ സാധ്യതയില്ലാത്തതാണ്, ഇമ്പോസിബിൾ ആണ്. ഇത് പ്രോബബിൾ ആണ്, ഇത് പ്രോബബിൾ അല്ല. അപ്പോൾ ഇഫ് ഐ വെൻറ്റ് ടു കാലിക്കറ്റ് എന്താ അർത്ഥം? ഞാൻ കോഴിക്കോട് പോയിരുന്നെങ്കിൽ. ഇഫ് ഐ വെൻറ്റ് ടു കാലിക്കറ്റ്, ഇവിടെ എന്താണ്? ഇഫ് ഐ ഗോ ടു കാലിക്കറ്റ്, ഞാൻ കോഴിക്കോടിൽ പോവുകയാണെങ്കിൽ. ഇവിടെ എന്താണ്? ഇഫ് ഐ വെൻറ്റ് ടു കാലിക്കറ്റ്, ഞാൻ കോഴിക്കോട്ടിൽ പോയിരുന്നെങ്കിൽ. ഐ വുഡ് ബൈ എ ബുക്ക്, ഞാനൊരു പുസ്തകം വാങ്ങുമായിരുന്നു. ഇവിടെ എന്താണ്? ഐ വിൽ ബൈ എ ബുക്ക്, ഞാനൊരു പുസ്തകം വാങ്ങും. അപ്പോൾ ഇത് നടക്കാൻ സാധ്യതയുണ്ട്, ഇത് കഴിഞ്ഞു പോയതാണ്, പോയിട്ടില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇഫ് ഐ വെൻറ്റ് ടു കാലിക്കറ്റ്, കാലിക്കറ്റിൽ ഞാൻ പോയിരുന്നെങ്കിൽ ഐ വുഡ് ബൈ എ ബുക്ക്, ഞാനൊരു പുസ്തകം വാങ്ങുമായിരുന്നു. ഇതാണ് സെക്കൻഡ് കണ്ടീഷണൽ ക്ലോസ്. ഇനി ഒരു കണ്ടീഷണൽ ക്ലോസും കൂടി ഉണ്ട്, തേർഡ് കണ്ടീഷണൽ ക്ലോസ്. അത് നമുക്കിവിടെ പഠിക്കാനില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. There are 3 types of clauses, conditional clause. ഇപ്പോൾ ഇതേ സെൻറ്റൻസ് തന്നെ. ഇഫ് ഐ ഹാഡ് ഗോൺ ടു കാലിക്കറ്റ്, ഞാൻ കാലിക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ. ഇഫ് ഐ ഹാഡ് ഗോൺ ടു കാലിക്കറ്റ്, I would have bought a book. Would have bought, had gone. അതുകൊണ്ട് ഇത് പെർഫെക്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇഫ് ഐ ഹാഡ് ഗോൺ ടു കാലിക്കറ്റ്, ഞാൻ കാലിക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ. ഐ വുഡ് ഹാവ് ബോട്ട് എ ബുക്ക്, ഞാനൊരു പുസ്തകം വാങ്ങിയിട്ടുണ്ടാകുമായിരുന്നു. ഇത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത് 2 ടൈപ്സ് ഓഫ് കണ്ടീഷണൽ ക്ലോസുകളാണ്. ഫസ്റ്റ് കണ്ടീഷണൽ ക്ലോസും സെക്കൻഡ് കണ്ടീഷണൽ ക്ലോസും. ഞാൻ പറഞ്ഞു 3 കണ്ടീഷണൽ ക്ലോസ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് കണ്ടീഷണൽ ക്ലോസ് എന്താണ്? നടക്കാൻ സാധ്യതയുള്ളതാണ്. ബാക്കി രണ്ടും എന്തല്ല? പ്രോബബിൾ അല്ല. ഓക്കെ, അത്ര മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഈ ആക്ടിവിറ്റീസിൽ മുഴുവനായിട്ട് നമ്മൾ കണ്ടത്. കണ്ടീഷണൽ ക്ലോസ് ഉണ്ടാക്കുന്ന വിധം, കണ്ടീഷണൽ ക്ലോസിൻ്റെ ഉപയോഗങ്ങളൊക്കെയാണ് ഇതിലൊക്കെ കണ്ടോ. ഐ തിങ്ക് ശങ്കർ വിൽ, പേജ് നമ്പർ 61, ഐ തിങ്ക് ശങ്കർ വിൽ വിൻ ദി കോമ്പറ്റീഷൻ. ഇഫ് ഹി വിൻസ് ഹി വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സിങ് ഇൻ ഫിലിംസ്, ലൈക്ക് ദാറ്റ്. അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണം കണ്ടു. അതുപോലെ ഇവിടെ ഇഫ് ഐ വേർ യു, ഞാൻ നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ
ഐ വുഡിൻറ്റ് വെയിറ്റ് ഫോർ ദി ബസ്. ഞാൻ ബസ്സിന് വെയിറ്റ് ചെയ്യില്ലായിരുന്നു. ഐ വുഡ് വാക്ക്. ഞാൻ നടക്കുമായിരുന്നു. ഇഫ് വി ഡോണ്ട് ഹാവ് ടൈം. നമുക്ക് സമയം. ഇഫ് വി വാക്ക്ഡ്. നമ്മൾ നടന്നിരുന്നുവെങ്കിൽ ഇറ്റ് വുഡ് ടേക്ക് അസ് ആൻ അവർ ടു റീച്ച് ഹിയർ. ഇവിടെ എത്താൻ നമ്മൾ മണിക്കൂർ എടുത്തേനെ. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടീഷണൽ ക്ലോസ്. ദർ ആർ 3 types of conditional clause. We discussed 3 types, but here in your textbook we have to discuss 2 conditional clauses. I think you are familiar with these 2 types of conditional clause. Now after doing this activity we can clearly complete it. You can understand it very clearly. Page number 63. Complete the answers using the words or words in capitals. One has been done for you. What happens when we heat water to 100 degrees Celsius? അപ്പോൾ വെള്ളം തിളക്കും അല്ലേ? അപ്പോൾ അത് നമ്മൾ കണ്ടീഷണൽ ക്ലോസ് ആക്കി എഴുതുകയാണെങ്കിൽ ഇഫ് വി ഹീറ്റ് വാട്ടർ ടു 100 degrees Celsius ഇറ്റ് വിൽ ബോയിൽ. അറിയാലോ, if we heat water to 100 degrees Celsius it will boil. If we heat water to 100 degrees Celsius it will boil. അതേപോലെ ബാക്കി വാട്ട് ഡസ് വാട്ടർ ടേൺ ഇൻ വെൻ വി ബോയിൽ ഇറ്റ്, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടീഷണൽ ക്ലോസുകൾ ഉണ്ടാക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത നമ്മുടെ ആക്ടിവിറ്റി ആസിഫ് ആണ്. ആസിഫ്, ഹൗ ടു മേക്ക് സെൻറ്റൻസസ് യൂസിങ് ആസിഫ്. ആസിഫ് വെച്ചിട്ട് എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാൻ നോക്കാം എന്നതാണ്. ദി ടീച്ചർ ആസ്ക്ഡ് രാഹുൽ എ ക്വസ്റ്റ്യൻ. രാഹുൽ ഗോട്ട് അപ്പ് ഫ്രം ഹിസ് പാലസ്. ഹി ലുക്ക്ഡ് ആസ് ഇഫ് ഹി ന്യൂ ദി ആൻസർ ബട്ട് ഹി ഡിഡ് നോട്ട് സേ എ വേർഡ്. ഡിഡ് രാഹുൽ നോ, അതായത് ദി ടീച്ചർ ആസ്ക്ഡ് രാഹുൽ എ ക്വസ്റ്റ്യൻ. രാഹുൽ ഗോട്ട് അപ്പ് ഫ്രം ഹിസ് പ്ലേസ്. രാഹുൽ എണീറ്റ് നിന്നു. പക്ഷേ ഹി ലുക്ക്ഡ് ആസ് ഇഫ് ഹി ന്യൂ ദി ആൻസർ, അവന് ഉത്തരം അറിയാവുന്ന പോലെയാണ് നിന്നത്. ബട്ട് ഹി ഡിഡ് നോട്ട് സേ എ വേർഡ്, പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. ആക്ച്വലി അവന് അറിയില്ല, പക്ഷേ അറിയാവുന്നത് പോലെ. അതാണ് ആസിഫ്. ആസിഫും ആസ്ഡോ ഒരേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ആസിഫും ആൻഡ് ആസ്ഡോ. ആസിഫ്, ആസ്ഡോ ഇറ്റ്സ് എ യൂസേജ് വി യൂസ്ഡ് ടു. ഈ സെൻറ്റൻസുകൾ കണ്ടാൽ നമുക്കിങ്ങനെ മനസ്സിലാവും. ജോൺ ട്രീറ്റ്സ് മേരി ആസ് ഇഫ് ഹി വർ ഹിസ് സെർവൻറ്റ്. ഷി വർ ഹിസ്. John treats Mary as if she was his servant. Anil behaves as if he owned the house. ആ വീട് ഓൻ്റെ പോലെ എന്ന പോലെയാണ് അനിൽ പെരുമാറുന്നത്. അപ്പോൾ ആസിഫ്. ഓക്കെ, അതേപോലെ ഈ സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആസിഫ് ചെയ്യാൻ കഴിയും. ഹീ ഈസ് റിച്ച് ബട്ട് ഹീ വാക്ക്ഡ്. ആക്ടിവിറ്റി സി കണ്ടില്ലേ? അല്ലെങ്കിൽ ആക്ടിവിറ്റി ബി നോക്കൂ. സ്റ്റഡി ദി ഫോളോയിങ് സെൻറ്റൻസ്. ഹി ലുക്ക്ഡ് ആസ് ഇഫ് ഹി ന്യൂ ദി ആൻസർ. ഹി ലുക്ക്ഡ് ആസ് ഇഫ് ഹി ന്യൂ ദി ആൻസർ. ഉത്തരം അറിയാവുന്ന പോലെയാണ് അവനെ കണ്ടാൽ. ഹി ലുക്ക്ഡ് ആസ് ഇഫ് ഹി ഹാഡ് ഇൻ സ്ലെപ്റ്റ് ഫോർ ഡേയ്സ്. ദിവസങ്ങളോളം ഉറങ്ങാത്ത പോലെയാണ് അവനെ കണ്ടാൽ. അപ്പോൾ അതെന്താണ്? ശരിക്കും അവൻ ഉറങ്ങിയിട്ടില്ല. അവനെ കണ്ടാൽ അവൻ്റെ മുഖത്തുനിന്ന് തോന്നുന്നതാണ്. ജോൺ ട്രീറ്റ്സ് മേരി ആസ് ഇഫ് ഷി വർ ഹിസ് സെർവൻറ്റ്. തൻ്റെ സെർവൻറ്റിനെ പോലെയാണ് മേരിയോട് ആര് പെരുമാറുന്നത്? ജോൺ പെരുമാറുന്നത്. ആക്ച്വലി സെർവൻ്റ് അല്ല, പക്ഷേ പെരുമാറുന്നത് സെർവൻറ്റിനെ പോലെയാണ്. അനിൽ ബിഹേവ്സ് ആസ് ഇഫ് ഹി ഓൺഡ് ദി ഹൗസ്. ഈ വീട് അവൻ്റെ പോലെയാണ് അവൻ പെരുമാറുന്നത്. ആക്ച്വലി വീട് അനിലിൻ്റെ അല്ല, പക്ഷേ അവൻ്റെ പെരുമാറ്റം കണ്ട വീട് അവൻ്റെ വീടാണെന്ന് തോന്നും. അതാണ് ആസിഫ്. അതൊക്കെ കാണിക്കാനാണ് നമ്മൾ ആസിഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആസിഫ് വെച്ചിട്ട് ഈ സെൻറ്റൻസുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഹീ ഈസ് റിച്ച് ബട്ട് ഹീ വാക്ക്ഡ്. നമ്മൾ രണ്ട് സെൻറ്റൻസുകളെ നമ്മൾ കൂട്ടിയോജിപ്പിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആസിഫും ആസ്ഡോയും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകൾ നമ്മൾ ഹീ ഈസ് റിച്ച് ബട്ട് ഹീ വാക്ക്ഡ്. അവന് പണക്കാരനാണ്, പക്ഷേ അവൻ നടന്നു. ഈ രണ്ട് സെൻറ്റൻസുകൾ നമ്മൾ ആസിഫ് ഉപയോഗിച്ച് നമുക്ക് ഒറ്റ സെൻറ്റൻസ് ആക്കാം. എങ്ങനെ? ഹീ ഈസ് റിച്ച് ആസ് ദോ ഹീ വാക്ക്ഡ്. സോറി, ഹീ വാക്ക്ഡ് ആസ് ദോ ഹീ ഈസ് റിച്ച്. എങ്ങനെയും ചെയ്യാം. രാജു ട്രീറ്റ്സ് രവി ആസ് ദോ ഹിസ് സെർവൻറ്റ്. രാജു ട്രീറ്റ്സ് റോയ് as though he is his servant. Okay, here
we have some other next activity. I think you are familiar with as if. Here make it clear. If you have any doubt, you can ask me. We have to complete our next activity now. In activity 11, listen to the song, choose the appropriate words from the box below and fill in the gaps. It's very simple, and in next activities you have to do that. It's very simple. You can do it. If you have any doubt, you can ask me. There are 13 activities. Some words are written in jumbled order. You can complete these activities. It's also very simple, and if you have any doubts, you can ask me. Here we have completed all our activities, and we have completed the first part of your textbook. Now in our next class onwards, we can start our second part book. Here in these activities you have to listen to as if, as though, as if clause, like that. It is very important. You have to do that. If you have any doubt in that areas, you can ask me. Okay, thank you. Let's stop our class here. Thank you.